നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ പഠിച്ചു. ആൻഡ് വി ഗോട്ട് ദ എക്സ്പ്രഷൻ ഓർമ്മ ഉണ്ടായിരിക്കും, ni gi e റൈസ് ടു മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഇ. ഇതായിരുന്നു എക്സ്പ്രഷൻ. ഇവിടെ ഈ ഐ എന്ന് പറയുന്ന ടേം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ദീസ് ആർ ഓൾ ഡിസ്ക്രീറ്റ് ലെവൽസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാം ഡിസ്ക്രീറ്റ് ആയിട്ടുള്ളതാണ്. n1 n2 n3, അതിന് g1 g2 g3. ഒരു കണ്ടിന്യൂറ്റി ഇല്ല, ഓരോന്ന് ഡിസ്ക്രീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ നമ്മൾ ഇതിന്റെ മാക്സ്വെൽ ബോൾട്ട്സ്മാന്റെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ് എടുക്കുന്നത്. അതായത് ഇഫ് യു ഹാവ് എനർജി ഇ, ഇവിടെ നേരത്തെ പഠിച്ച എങ്ങനെ E1 അടുത്തത് ഇത് E1 ആണെങ്കിൽ അടുത്തത് E2 എന്ന് പറയുന്നതാണ് ഡിസ്ക്രീറ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു എനർജി ഉണ്ട് E, അതിന് തൊട്ടു മുകളിൽ DE ഇൻഫിനിറ്റെസിമലി സ്പേസിംഗിൽ അടുത്തൊരു എനർജി ലെവലുണ്ട്. സോ അടുത്തതായിരിക്കും E പ്ലസ് DE. ഇതിനിടയ്ക്ക് എത്ര ഡീജനറസി ഉണ്ട്? സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അല്ലേ? ഓരോന്നും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്പേസസ് ആണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലെവൽസ് ആണ് ബിറ്റ്വീൻ E ആൻഡ് E പ്ലസ് DE. എത്ര അവൈലബിൾ എനർജി സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ലെറ്റ് ഇറ്റ് ബി GEDE, നമ്മൾ നേരത്തെ പഠിച്ച ഡീജനറസി. സോ GEDE or GEDE is the available energy state between E and E plus DE. ഇവിടെ ഒരു E ഉണ്ട്, E plus DE മുകളിലുണ്ടെങ്കിൽ ഇതിനിടയ്ക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിനിടയ്ക്ക് എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്? ഏതിനിടയ്ക്കാം? ഇക്കും E പ്ലസ് DEക്കും ഇടയ്ക്ക്. ലെറ്റ് ഇറ്റ് ബി NEDE അല്ലേ? നേരത്തെ പറഞ്ഞ E1 എത്ര, E2 എത്ര എന്നല്ല നമ്മൾ പറയുന്നത്. NEDE, അതായത് ഇക്കും E പ്ലസ് DEക്കും ഇടയിൽ NEDE പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, ടോട്ടൽ കിട്ടും. യു വിൽ ഗെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ NEDE. അങ്ങനെയാണെങ്കിൽ NEDEയുടെ ഫോർമുല എന്തായിരിക്കും? ഇതിൽ നിന്ന് നമുക്ക് എഴുതാം. വി ഹാവ് ദ ഡിസ്ക്രീറ്റ് ഫോർമുല. അത് കണ്ടിന്യൂസിലേക്ക് മാറ്റിയാൽ NEDE ഈക്വൽ ടു GED ഉണ്ട്, ഞാൻ അവസാനം എഴുതുന്നു, E റൈസ് ടു മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഇ DE. So this is the formula. What is NEDE? NEDE represents the number of molecules having energy E and E plus DE, or having energies between E and E plus DE. GEDE represents the number of states that have energies between E and E plus DE. അപ്പോൾ നമുക്കിതിൽ ഈ എക്സ്പ്രഷൻ ഒന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? GEDയുടെ എക്സ്പ്രഷൻ we have to write. What is the expression for GEDE? Then substitute in this expression. അതേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ GEDE എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, എനർജിയുടെ ഒരു ഇക്വലൻസി എന്ന് പറയുന്നത് മൊമെന്റോ ആണ്. ബിക്കോസ് വി നോ വാട്ട് ഈസ് E എന്ന് പറഞ്ഞാൽ ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജി. ഇവിടെ നമ്മൾ ഒരു m മൾട്ടിപ്ലൈ ചെയ്താൽ മോളിൽ p²/2m, അതായത് E എന്ന് പറഞ്ഞാൽ എന്താണ്? p²/2m ആണ്. സോ മൊമെന്റം ഇൻ ടേംസ് ഓഫ് എനർജി എഴുതാൻ പറഞ്ഞാൽ എന്താണ്? P എന്ന് പറയുന്നത് √2me ആണ്. P എന്ന് പറയുന്നത് √2me ആണ്. നമ്മൾ നേരത്തെ മൊമെന്റം സ്പേസ് പഠിച്ചു. അപ്പോൾ അതിന്റെ റിസൾട്ട് നമ്മൾ RxyZ റിസൾട്ട് √x²y² എന്ന് എഴുതുന്നത് പോലെ P മൊമെന്റം സ്പേസ് റിസൾട്ടന്റ് ആയിട്ട് എഴുതിയാൽ എങ്ങനെ കിട്ടും? നത്തിങ് ബട്ട് px² പ്ലസ് py² പ്ലസ് pz². അപ്പോൾ നമുക്ക് GEDEക്ക് പകരം വി ക്യാൻ ഫൈൻഡ് ഔട്ട് GPDP യൂസിങ് മൊമെന്റം സ്പേസ്. മൊമെന്റം സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? GPDPയെ കണ്ടുപിടിക്കാം. അത് തന്നെയായിരിക്കും ആരുടെ ഉത്തരം? GEDEയുടെ ഉത്തരം. അപ്പോൾ അതെങ്ങനെ ഒരു മൊമെന്റം സ്പേസിൽ അത് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സപ്പോസ് നിങ്ങൾ P മൊമെന്റം റേഡിയസ് യു കൺസിഡർ എ സ്ഫിയർ in the momentum space. So it will represent the number of states available. ആ സ്ഫിയറിന്റെ വോളിയം ആയിരിക്കും P എന്ന് പറയുന്ന റേഡിയസിൽ ഒരു മൊമെന്റം സ്പേസ് എടുത്താൽ അതിന്റെ അവൈലബിൾ സ്റ്റേറ്റുകളുടെ എണ്ണം. P plus dP എടുത്താൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? P
പി കഴിഞ്ഞ് ഒരു സ്ഫിയർ ഉണ്ട്. ഈ സ്ഫിയറിന്റെ റേഡിയസ്, അപ്പൊ ഞാനൊരു മൊമെന്റം സ്പേസ് ആണ് ഇവിടെ എടുക്കുന്നത്. ആ മൊമെന്റം സ്പേസിൽ ഇത് പി വൈ, ഇത് പി ഇസഡ്, ഇത് പി എക്സ്. പി ആണ് അവന്റെ റേഡിയസ് എന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഒരു പി പ്ലസ് ഡി പി റേഡിയസിൽ കൺസിഡർ, അതിൻ്റെ ഒരു ഷെല്ല് കൺസിഡർ, ഔട്ടർ ഷെല്ല് കൺസിഡർ ചെയ്യും. എനിക്ക് അറിയേണ്ടത് പിക്കും പി പ്ലസ് ഡി പിക്കും ഇടയിൽ എത്ര അവൈലബിൾ എനർജി സ്റ്റേറ്റ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ഇല്യൂഷനിലേക്ക് കൊണ്ടുവരണം. പി അവിടെ ഉണ്ട്. അപ്പോൾ പിയിൽ നിന്നും നമ്മൾ അവിടെ നിന്നൊരു ചെറിയൊരു പോർഷൻ മുറിച്ചെടുക്കുന്നെന്ന് വിചാരിക്കും. ഡി പി തിക്നെസ്സിൽ നിങ്ങളൊരു പോർഷൻ മുറിച്ചെടുക്കുന്നു. അതിൻ്റെ അകത്തേക്ക് നോക്കിയാൽ ഈ ഒരു ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇതെന്തായിരിക്കും? ഡി പി തിക്നെസ് ആണ്. ഇത് നമ്മുടെ ഇതുവരെ ഉള്ളത് പി ആയിരുന്നു. അത് കഴിഞ്ഞ് പി പ്ലസ് ഡി പി. അപ്പോൾ ഈ പാർട്ടിക്കിൾസിന്റെ ഇരിക്കുന്ന എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തിക്നെസ്സിലായിരിക്കും, അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് അവൈലബിൾ എനർജി സ്റ്റേറ്റ്സ് വിത്ത് മൊമെന്റം whose magnitude is between p and p plus dp എന്ന് ചോദിച്ചാൽ it is nothing but the volume of the spherical shell in the momentum space of radius p. p എന്ന് പറയുന്ന റേഡിയസും തിക്നെസ് ഡി പിയും ഉള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ വോളിയം ആയിരിക്കത്തില്ല. ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്, പി എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ഉണ്ട്. അതിന് അല്പം തിക്നെസ് ആയിട്ട് ഡി പി, അപ്പൊ തിക്നെസ് അകത്ത് ഡി പി തിക്നെസ് ആയിട്ടുള്ളതുണ്ട്. നമുക്ക് വേണ്ടത് അതിനെ ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത് അകത്തേക്ക്. അപ്പം ഇതേപോലെ ആ രണ്ട് തിക്നെസ്സിന്റെ ഇടയിൽ കൂടെ കുറേ പാർട്ടിക്കിൾസ് കാണും സ്ഫിയറിന്റെ തിക്നെസ്സിൽ. അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ പി റേഡിയസും ഡി പി തിക്നെസ്സും ഉള്ള അതിലായിരിക്കും നമ്പർ ഓഫ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് മൊമെന്റം സ്പേസുകൾ ഉള്ളത്. സോ ദിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു this volume of the spherical shell, and volume of the spherical shell എന്തായിരിക്കും? പിയും ഡി പിയും തിക്നെസ് ഉണ്ടെങ്കിൽ വോളിയം ഓഫ് ദ spherical shell എന്തായിരിക്കും? 4 pi p square dp. 4 pi p square dp. So the number of momentum states available to a particle with a momentum whose magnitude is between p and p plus dp is nothing but it is the volume of the spherical shell, or it is proportional to the volume of the spherical shell in momentum space of radius p and p plus dp, which is 4 p pi square dp. അങ്ങനെയാണെങ്കിൽ gp dp എന്തായിരിക്കും? So this is the number of available momentum states between p and p plus dp. അപ്പോൾ gp dp it is proportional to the volume. അപ്പം ഈക്വൽ ടു മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 4 പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അവിടെ ഉണ്ട്. സോ വി ക്യാൻ സേ ഇൻ ജനറൽ ഇറ്റ് ഈസ് ബി ഇൻറ്റു പി സ്ക്വയർ ഡി പി. ബി ഇസ് എ കോൺസ്റ്റന്റ്. ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ ആരെ എഴുതി? ജി പി ഡി പി എന്ന് പറയുന്നതിനെ എഴുതി. ഇറ്റ് ഈസ് ക്യാപിറ്റൽ ബി ഇൻറ്റു പി സ്ക്വയർ ഡി പി. അപ്പോൾ നമുക്ക് ജി പി ഡി പി കിട്ടി. ഇറ്റ് ഈസ് ദി അവൈലബിൾ മൊമെന്റം സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ പി ആൻഡ് പി പ്ലസ് ഡി പി. പി ഇയുമായിട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തും പറയാം. ജി പി ഡി പി തന്നെ ആയിരിക്കും വാട്ട് ഇസ് ദ നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ ഇ ആൻഡ് ഇ പ്ലസ് ഡി ഇ, വിച്ച് ഈസ് നത്തിങ് ബട്ട് ജി ഇ ഡി ഇ എന്ത് തന്നെ ആയിരിക്കും? ജി പി ഡി പി തന്നെ ആയിരിക്കും, വിച്ച് ഈസ് ബി പി സ്ക്വയർ ഡി പി. ബി പി സ്ക്വയർ ഡി പി. ഇവിടെ നിന്ന് നമ്മൾ ആരെ എഴുതണം? We have to find out GE DE. കാരണം എന്ത് ചെയ്താൽ മതി? പിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. വാട്ട് ഇസ് പി സ്ക്വയർ ഡി പിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ പോരെ? പി സ്ക്വയർ ഡി പി എങ്ങനെ എഴുതാം? വി നോ വാട്ട് ഇസ് പി സ്ക്വയർ. 2me ആണ് പി സ്ക്വയർ. നമ്മൾ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, പി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2me ആണ്, വിച്ച് മീൻസ് പി സ്ക്വയർ എന്ന് പറയുന്നത് 2me ആണ്. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്ത് കിട്ടും? 2p dp ഈക്വൽ ടു എന്താ കിട്ടുന്നത്? 2m
d. 2m d. So what is dp there? dp എന്തായിരിക്കും? 2 cancel. m by p d എന്തായിരിക്കും? m by p ക്ക് വരെ നിങ്ങൾക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? p ക്ക് വരാം റൂട്ട് ഓഫ് 2me. റൂട്ട് ഓഫ് 2me de. So we got dp equal to m by root of 2me de. അതിനെ എന്ത് ചെയ്യുക? അതിനെ നേരെ എടുത്ത് ഏതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? GEDയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So that we get GEDE equal to b is there. p സ്ക്വയറിന് വരെ ആരെ കൊടുക്കുക? 2me കൊടുക്കുക. dp ക്ക് വരെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? m by root of 2me de. കൂടെ തന്നെ എഴുതി പോവുക, നിങ്ങൾക്ക് ഇക്വേഷൻസ് ഓരോന്നായിട്ട് മനസ്സിലാവും. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് 2mm റൂട്ട് ഒക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് റൈറ്റ് ദ ഫൈനൽ എക്സ്പ്രഷൻ എക്സ്പാൻഡ് ചെയ്താൽ ഈ റൂട്ട് 2me ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ വരും. GEDE ഈക്വൽ ടു റൂട്ട് 2m റൈസ് ടു 3/2 b റൂട്ട് e d. ഇതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. GEDE ഈക്വൽ ടു റൂട്ട് 2m റൈസ് ടു 3/2 b റൂട്ട് e d. ഇനി എന്ത് ചെയ്യണം? ഈ GED ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വാട്ട് ഇസ് ആൻഡ് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ NED. എന്ത് കിട്ടും? റൂട്ട് 2m റൈസ് ടു 3/2 b e റൈസ് ടു മൈനസ് ആൽഫ റൂട്ട് e റൈസ് ടു മൈനസ് ബീറ്റ e de എന്ന് കിട്ടും. ഇത് നേരെ എടുത്ത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത്തരം ടേംസിന് പകരം ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് എ കോൺസ്റ്റന്റ് c. സോ NEDE ഈക്വൽ ടു c ഇൻറ്റു root e raised to minus beta e de. root 2m raised to 3/2 b e raised to minus ആൽഫയ്ക്ക് വരെ ഞാൻ c കൊടുത്തു. കാരണം നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ബിയും മൈനസ് ആൽഫയും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ ഒരു കോൺസ്റ്റന്റ് കൊടുത്തു c റൂട്ട് e raised to minus beta e de. എങ്ങനെ നമുക്ക് c കണ്ടുപിടിക്കാം? കാരണം we know the normalization condition. NEDയെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ we will have the answer. It is total number of particles n ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? c എന്ന് പറയുന്ന ടേമിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ c കിട്ടാൻ നമ്മൾ നോർമലൈസേഷൻ ഉപയോഗിക്കുന്നു. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. we will have the expression capital N. Total number of particles എന്ന് പറഞ്ഞാൽ 0 to infinity ഇന്റഗ്രൽ NEDE ആണ്. എന്താണ്? c into integral 0 to infinity root e raised to minus beta e de. c into root integral root e into e raised to minus beta e de. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, എളുപ്പമാണ്. ഒരു ഗോസിൻ ഇന്റഗ്രൽ ഉണ്ട്, നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഗോസിൻ ഇന്റഗ്രൽ 0 to infinity root x e raised to minus ax dx. root x e raised to minus ax dx. The answer is 1/2a root of pi by a. നമ്മൾ ഒരുപാട് ഇന്റഗ്രൽ ഈ ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ്. 1/2a root of pi by a. അതിൽ എക്സിന് പകരം ഇ ഉണ്ട്, എക്ക് പകരം ബീറ്റ ഉണ്ട്. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? c 1/2 ബീറ്റ root of pi by beta. So this is the answer. c into 1/2 beta root of pi by beta. എന്താ വരുന്നത്? c into root pi by 2 into beta raised to 3/2. 2 into beta raised to 3/2. beta raised to half ഉണ്ട്, beta raised to half ഉണ്ട്, beta raised to 1 ഉണ്ട്. അപ്പോൾ beta raised to 3/2. നമ്മൾ നേരത്തെ പഠിച്ചു, ഡിസ്ക്രീറ്റ് പഠിച്ചപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞാൽ 1/kt ആണ്. സോ എന്താ ഉത്തരം? c into root pi by 2 ബീറ്റ എന്ന് പറഞ്ഞാൽ 1/kt ആണ്. സോ ഇറ്റ് ഈസ് kt raised to 3/2. kt raised to 3/2. ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ആരെയാ വേണ്ട? ഇവിടെ നിന്ന് c ആണ് നമുക്ക് വേണ്ടത്. c കിട്ടാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പൈനെയും കൂടെ റൈസ് ടു 3/2ലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു പൈനെ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്താൽ പോരെ? എങ്ങനെ കിട്ടും ഇത്? c ഇൻറ്റു പൈ kt ദ ഹോൾ റൈസ് ടു 3/2 by 2 പൈ.
ബൈ 2π. ഒരു ഫോമിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ എഴുതുന്നത്. സോ വാട്ട് ഇസ് സി? സിയെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ സി ഈക്വൽ ടു 2πn ഡിവൈഡഡ് ബൈ പൈ കെ ടി ദ ഹോൾ റൈസ് ടു 3. We got the coefficient. C equal to 2πn by pi kt the whole raised to 3/2. So C കിട്ടി. എന്ത് എഴുതുക? അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Ne de equal to 2πn by pi kt the whole raised to 3/2 root e raised to minus e by kt take വരാം d. So this is the final form of the expression which gives the number of particles having energies between E and E plus dE is nothing but 2πn pi kt the whole raised to 3/2 root e raised to minus e by kt d. ഈ ടേം തന്നെയാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഡിസിഷൻ ഫാക്ടർ. ഇതിനെ നമുക്ക് വേണ്ടത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. എത്ര പാർട്ടിക്കിൾസിനെ വിക്കും വി പ്ലസ് ഡി വിയിലും ഇത് മൂവ് ചെയ്യുന്നു അതറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻ ദിസ് എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ഇ ഈക്വൽ ടു രണ്ട് സൈഡിലും ഇത് ചെയ്താൽ യു വിൽ ഗെറ്റ് വാട്ട്? എം വി ഡി വി. എം വി ഡി വി ഇത് രണ്ടും ഏതിലേക്ക് കൊടുക്കുക? ഈ എക്സ്പ്രഷനിലേക്ക് കൊടുക്കുക. റൂട്ട് ഇ മാറ്റുക, ഇ മാറ്റുക, ഡിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക and write the final expression which will gives you the number of molecules with speed v and v plus d. So when you substitute you will get this expression nvdv equal to root 2 pi capital N m raised to 3/2 divided by pi kt the whole raised to 3/2 v square e raised to minus mv square by 2 kt dv. nvdv equal to root 2 pi capital N m raised to 3/2 by pi kt the whole raised to 3/2 v square e raised to minus mv square by 2 kt dv. അപ്പം ഇതാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലോ. You have to write this expression finally. nvdv. അടുത്തത് വേണമെങ്കിൽ നമുക്ക് ഇതിന് വാട്ട് ഇസ് ആവറേജ് എനർജി ഓഫ് ദ സിസ്റ്റം നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഇസ് ആവറേജ് എനർജി? സോ ദിസ് ഇസ് ആൻ അസൈൻമെന്റ് ഫോർ യു. ഇത് നിങ്ങൾ ചെയ്ത് എനിക്ക് അസൈൻമെന്റ് തരിക. ആവറേജ് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ക്യാപിറ്റൽ എൻ ആണ്. ടോട്ടൽ എനർജി നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇ എന്ന് പറയുന്നത് NED നിങ്ങൾക്കറിയാം എങ്കിൽ അതിനെ എന്ത് ചെയ്താൽ മതി? ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? ഇ ഇൻറ്റു NED. ദിസ് വിൽ ഗീവ് യു ദി ടോട്ടൽ എനർജി. ഇതൊന്ന് ഡിറൈവ് ചെയ്ത് എനിക്ക് ഈ ക്ലാസ് കഴിയുമ്പം എനിക്ക് തരിക. NEDയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം. 2πn by pi kt root e raised to minus e by kt d. അതിൻ്റെ കൂടെ ഇയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്താകുന്നേ ഉള്ളൂ? e raised to 3/2 ആകുമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗോസിൻ ഇന്റഗ്രൽ വരും. ആ ഗോസിൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to infinity e raised to 3/2 e raised to minus e by kt de എന്ന് പറയുന്ന ഒരു ഇന്റഗ്രൽ വരും. അതിനെ നിങ്ങൾക്ക് ഗോസിൻ ഇന്റഗ്രൽ വെച്ച് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യും. ഉത്തരം എന്ന് പറഞ്ഞാൽ 3/4 kt the whole square 3/4 kt the whole square root pi kt ആയിരിക്കും ഈ ഇന്റഗ്രലിന്റെ ഉത്തരം. കോസിൻ ഇന്റഗ്രൽ ആണ്. നമ്മൾ നേരത്തെ ചെയ്തത് x raised to 3/2 e raised to minus x by kt dx ചെയ്യുമ്പോൾ 3/4 kt the whole square root pi kt കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കിട്ടും. e by n ചെയ്യുമ്പോൾ you need to get 3/2 kt എന്ന് പറഞ്ഞ ഉത്തരം കിട്ടണം. So this is the average energy of the system. So this is an assignment. നിങ്ങൾ ആദ്യം ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ഈ ഉത്തരം ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ഇ കിട്ടിയിട്ട് എന്ത് കണ്ടുപിടിക്കുക? ഇ ബൈ എൻ കണ്ടുപിടിക്കുക. The answer is 3/2 kt. This is the average energy of the system. ഇത്രയേ ഉള്ളൂ മാക്സ്വെൽ ബോൾട്സ്മാൻ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലോ ആൻഡ് ദി ആവറേജ് എനർജി ഓഫ് ദ സിസ്റ്റം. അടുത്തത് ഈ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ തന്നെ നമുക്കൊരു 3
സ്പീഡ്, മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്, അരിത്തമാറ്റിക് ആവറേജ് സ്പീഡ്, RMS സ്പീഡ്, ഈ മൂന്നെണ്ണവും കൂടെ നമുക്ക് ഇതിൽ നിന്നും ഡിറൈവ് ചെയ്യാൻ പറ്റും. അത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലോ എസ്ഐയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് എഴുതാം, ചിലപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. ഈ NVDV നമുക്ക് ഈ ഒരു വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലോ നമുക്ക് കിട്ടി. ഇതിന് ഇഫ് യു ഡ്രോ എ ഗ്രാഫ്, നിങ്ങളൊരു ഗ്രാഫ് വരച്ചാൽ NVയും Vയും തമ്മിലൊരു ഗ്രാഫ് വരച്ചാൽ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇങ്ങനൊരു ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഫ്രം ദ ഗ്രാഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എന്താ, നോ മോളിക്യൂൾസ് ആർ ദെയർ വിച്ച് പ്രോസസ് സീറോ വെലോസിറ്റി. സീറോ വെലോസിറ്റിയിൽ ഒരു മോളിക്യൂളും അവിടെ ഇല്ല ആണ് ഫസ്റ്റ് കൺക്ലൂഷൻ. ദെയർ ഇസ് നോ മോളിക്യൂൾസ് ഹാവിങ് സീറോ സ്പീഡ്. ഇതിലെ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ പോയിന്റ്. ദിസ് ഈസ് ദി മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് VP. A എന്ന് പറയുന്ന പോയിന്റ് ആണ് VP, ദ മോസ്റ്റ് പ്രോബബിൾ പീക്ക്, ആ ഗ്രാഫിന്റെ പീക്ക്. സോ ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് അപ് ടു ദിസ് ലെവൽ ഫ്രാക്ഷൻ, then it is decreasing. So most probable speed is that speed at which the number of molecules per unit range of speed is maximum. So it is the VP of the molecules is that speed at which the number of molecules per unit range of speed is maximum. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് വിളിക്കുന്നത്. യൂണിറ്റ് റേഞ്ച് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് അതിൽ എത്രമാത്രം പാർട്ടിക്കിൾസ് ആ ഒരു സ്പീഡിൽ ഉൾക്കൊള്ളുന്നു അത് തരുന്ന വാല്യൂ ആണ്, ആ മാക്സിമം തരുന്ന വാല്യൂ ആണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. ഇത് നമുക്ക് ഡിറൈവ് ചെയ്യാം ഈ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ഇറ്റ് ദ ആൻസർ ഈസ് VP എന്ന് പറയുന്നത് √2kT/m. So this is the most probable speed, √2kT/m. അടുത്തത് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ്. ഇറ്റ് ഇസ് അരിത്തമാറ്റിക് മീൻ ഓഫ് ദ സ്പീഡ്സ് ഓഫ് ദ മോളിക്യൂൾസ് ഇൻ ദ ഗ്യാസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഒരു ഗ്യാസിലുള്ള മോളിക്യൂൾസിന്റെ സ്പീഡിന്റെ അരിത്തമാറ്റിക് മീൻ ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ V average and it is given by √8kT/m. √8kT/m. And the next is RMS speed. RMS, square root of the arithmetic mean of the squares or the speeds of the gas molecule, which is represented by VRMS. The answer is √3kT/m. ഇത് നമുക്ക് പ്രോബ്ലത്തിന് ഉപയോഗിക്കുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് യൂസ് ദിസ് എക്സ്പ്രഷൻ, ആവറേജ് സ്പീഡ് യൂസ് ദിസ് എക്സ്പ്രഷൻ, ആൻഡ് RMS സ്പീഡ് √3kT/m. ഇതിൽ ഏറ്റവും വലിയ സ്പീഡ് ഏതാണ്? ഇറ്റ് ഈസ് VP, മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്, വിച്ച് ഈസ് ലെസ് ദാൻ വാട്ട്, ആവറേജ് സ്പീഡ്. ഏറ്റവും കുറഞ്ഞ ആൾക്കാർ VRMS. So this is the criteria. And there is a relation VP/√2. VP/√2 equal to V average by, അപ്പോൾ VP/√2 √KT/m ആണ്. അതെല്ലാം അതിലും കിട്ടണം. V average by what? √8/pi. This is equal to VRMS by √3. And all these are equal to √KT/m. എല്ലാം എന്താണ്? √KT/m. VP/√2, V arithmetic mean by √8/pi, VRMS by √3 equal to √KT/m ആയിരിക്കും. Thank you.